കുട്ടികളും സ്ത്രീകൾക്കുമെതിരായി ഉയർന്നു വരുന്ന അതിക്രമങ്ങൾ അത് ഗൗരവത്തോടെ തന്നെ കാണും. ജോലി സ്ഥലങ്ങളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന നിലയിൽ അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാനുമുള്ള സത്വര നടപടികളായിരിക്കും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രധാനമായും ജനമൈത്രി പോലീസ് ശക്തിപ്പെടുത്താനും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ജനമൈത്രി പോലീസിലൂടെ ജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ തലമുറയെ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് അപകടങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. ആ ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പുതിയ ആപ്പുകളും പുതിയ IT സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ പുറത്തുവിടുന്നതാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ജനങ്ങളുടെ സുരക്ഷിതത്വ റോഡുകൾ ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ PWDയുമായി കൂടി സംസാരിച്ച് ഈ കാര്യത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ട്രെയിനിങ്ങിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തു. പോലീസ് അക്കാഡമിയിൽ നടക്കുന്ന ട്രെയിനിങ്ങിൽ സിലബസുകൾ പരിഷ്കരിക്കാനും കൂടുതൽ പോലീസിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പോലീസിൻ്റെ ദൗത്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നൽകാനുമുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സൈബർ ക്രൈമുകൾ വർദ്ധിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഈ സൈബർ ക്രൈമുകളെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് കുറവുണ്ട്. പോലീസ് അംഗങ്ങളുടെ കുറവുണ്ട്. ടെക്നോളജി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സാങ്കേതികമായ പല പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ പ്രത്യേകമായ നടപടികൾ സ്വീകരിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. ഇന്ന് സൈബർ ക്രൈംസാണ് ഏറ്റവും കൂടുതൽ. ലോൺ ആപ്പുകൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്നത്, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നത്, വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ധാരാളം സൈബർ ക്രൈമുകൾ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് അതിനെ ഗൗരവമായി എടുത്തുകൊണ്ട് സൈബർ ക്രൈംസുകൾ തടയാൻ ഉള്ള നടപടികൾ ചെയ്യുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന പ്രവർത്തനം, അപമാനിക്കുന്ന പ്രവർത്തനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിവൈഡ്, കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള രീതി കണ്ടുവരുന്നുണ്ട്. സൈബർ ഇടങ്ങളിൽ സമൂഹത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, സ്വഭാവഹത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ലൈംഗികമായ ചൂഷണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഗൗരവമായി പോലീസ് കാണും. ഞങ്ങളിന്നത് ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണ്. സൈബർ ക്രൈമുകളുടെ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണവും നടപടികളും ഉണ്ടാകും. അവസാനമായി എനിക്ക് പറയാനുള്ളത്, കേരള പോലീസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് നിർഭയം കടന്നു ചെല്ലാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനം ഉണ്ടാക്കാനുമാണ് ഇന്നത്തെ ഞങ്ങളുടെ യോഗം തീരുമാനിച്ചത്. വരട്ടെ, അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ ഓപ്പറേഷൻ തൂഫാനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സൈബർ ഹണ്ട്, നർക്കോട്ടിക് ഹണ്ട്, ഓപ്പറേഷൻ തൂഫാൻ നർക്കോട്ടിക് ഹണ്ടിനാണ് ഇപ്പോൾ പ്രാധാന്യം. മറ്റേത് നമുക്ക് ആലോചിക്കാം. അതിന് ഇത് ചെയ്യാൻ കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി വരും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.